ചന്ദ്രമതിയുടെ കള്ളങ്ങളെല്ലാം ഇന്ന് പൊളിയാണ്. ചന്ദ്ര വീട്ടിൽ നിൽക്കുമ്പോൾ രണ്ടുപേര് ബൈക്കിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആരാ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, ഇതല്ലേ ചന്ദ്രമതിയുടെ വീട്, ഞങ്ങൾ ഫിനാൻസ് കമ്പനിയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്ര ആകെ ഞെട്ടു കേട്ടോ. അയ്യോ ഇത് അല്ല, ഞാനല്ല, അല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഇവർ എന്തെങ്കിലും നിങ്ങൾ പറയണേ ചോദിക്കുമ്പോൾ അല്ല ചന്ദ്ര ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. ഞങ്ങളേ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് വരും. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ചോദിക്കും. അത് ഞങ്ങളുടെ സാറ് പറഞ്ഞിട്ടുണ്ട്, ക്ലയൻസാണ് ഞങ്ങളുടെ ദൈവം എന്ന്. അപ്പോൾ ദൈവത്തെ കണ്ടൊന്ന് തൊഴാൻ വന്നതാന്ന് പറയും. അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് ഒരു ദേവീനെ പോലെ ഇങ്ങനെ നിന്നിട്ട് വേഗം തൊഴുതോ എന്നിട്ട് വേഗം പൊക്കോ എന്ന് പറയും കേട്ടോ. നിങ്ങൾക്ക് എന്താ കളിയാക്കിയാലും മനസ്സിലാവില്ലേ, നിങ്ങൾ ഇതുവരെ പലിശ അടച്ചിട്ടില്ലല്ലോ, ഒന്ന് പലിശ അടയ്ക്കേണ്ട ഡേറ്റാ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ വേഗം വന്ന് പലിശ അടയ്ക്കാൻ വരാൻ നിൽക്കുകയായിരുന്നു, നിങ്ങൾ പൊക്കോ വേഗം പൊക്കോ എന്ന് പറയും. അപ്പോൾ നിങ്ങളിന്ന് വരുമല്ലോ അല്ലേ, പറ്റിക്കില്ലല്ലോ ചോദിക്കും. ഞാൻ പറ്റിക്കൊന്നുമില്ല. അല്ല നിങ്ങൾ ഭയങ്കര തരികിടയാന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ സാറ് വെറുതെ പറയാം, ഞാനങ്ങനെ പറ്റിക്കൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അവരങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അതിലത്തെ ഒരാൾ പറയും, എന്നാൽ എനിക്ക് കുറച്ച് ചൂടുവെള്ളം തരുമോ ചോദിക്കും. ചൂടുവെള്ളമൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പോണ വഴിക്ക് കഴിച്ചോ, ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയും. എന്ത് സാധനം നിങ്ങളിങ്ങനെ, ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് 17 ലക്ഷം രൂപ തന്നില്ലേ ചോദിക്കും. അതെയല്ലേ, എന്നാൽ നിങ്ങൾ പോയി ചൂടുവെള്ളം എടുത്തിട്ട് പോയോ, ഞാൻ അവിടെ നിൽക്കാൻ പറയും. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളുടെ വീടല്ലേ. എന്നാൽ ഞാൻ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് പോകുമ്പോൾ രവി വരികയാണ്. അയ്യോ രവിയേട്ട അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അപ്പോൾ എന്തേ അത് ആരാ ചോദിക്കുമ്പോൾ അതിവിടെ വല്ല വാടക വീടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ്, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. അപ്പോൾ അവർക്ക് ചൂടുവെള്ളം വേണം അതെന്ന് പറഞ്ഞു. അത് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ രവി പറയും, നീ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വായോ എന്ന് പറയും കേട്ടോ. അങ്ങനെ രവി അവരെ രണ്ടുപേരെയും വീടിൻ്റെ ഉള്ളിലേക്ക് ഇരുത്തുകയാണ്. അവരോട് ചോദിക്കും, നിങ്ങളെ വീട് എവിടെയാണ് ചോദിക്കുമ്പോൾ അവർ സ്ഥലത്തിൻ്റെ പേര് പറയും. അപ്പം നിങ്ങൾക്ക് പിന്നെ എന്തിനാ വാടക വീട്, നിങ്ങളുടെ വീട് അടുത്തല്ലേ, പിന്നെ എന്തിനാ വാടക വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഞെട്ടും. ഇയാൾ എന്താ ഈ പറയണേ എന്നുള്ള രീതിയിൽ അയാൾ നോക്കുമ്പോൾ പിന്നിൽ കൂടെ ചന്ദ്ര വന്നിട്ട് രവിയേട്ടന് പ്രാന്താണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രവിയാണെങ്കിൽ വീട് അടുത്തുള്ളവർക്ക് വാടക വീട്, അതെന്തിനാ അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. ഇയാൾക്ക് പ്രാന്താന്ന് വെച്ചിട്ട് അവർ വേഗം പോവുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര 1 ലക്ഷം രൂപ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ രവി ചോദിക്കും, നീ എങ്ങടെ പോണേന്ന് ചോദിക്കുമ്പോൾ അത് ബാമയ്ക്ക് സിറ്റി വരെ ഒന്ന് പോകണം, അപ്പോൾ കൂട്ടിന് വരാൻ പറഞ്ഞു, അപ്പോൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറയും. ആയിക്കോട്ടെ നീ ഇവിടെ ഇല്ലാത്തതാണ് നല്ലത്, അപ്പോൾ രേവതിക്ക് ഇത്തിരി സമാധാനം കിട്ടൂലോ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാം എന്ന് പറയുകയാണ്.